ഒരു നൂറ്റാണ്ടിന്റെ ജനകീയ രാഷ്ട്രീയ മുഖം വി.എസ്. അച്യുതാനന്ദൻ മണ്ണോട് ചേർന്നെങ്കിലും വലിയ ചുടുകാട്ടിൽ ഇപ്പോഴും പ്രിയപ്പെട്ടവർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ വി.എസിന്റെ മകൻ അരുൺകുമാറും കുടുംബവും വലിയ ചുടുകാട്ടിലെത്തി. ഷൈജുവിന്റെ റിപ്പോർട്ട്. വി.എസ്. അച്യുതാനന്ദൻ എരിഞ്ഞടങ്ങിയെങ്കിലും അവിടേക്ക് ഇപ്പോഴും ആളുകളുടെ പ്രവാഹമാണ്. പലതരത്തിൽ ആളുകൾ വന്നു പോകുന്നുണ്ട്. വി.എസ്. അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ IT ഉപദേഷ്ടാവായിരുന്ന ജോസഫ് സി മാത്യു ഇന്നും എത്തി വി.എസ്. അച്യുതാനന്ദനെ കാണാൻ. അദ്ദേഹം എന്നോടൊപ്പമുണ്ട്. ഇന്നും അച്യുതാനന്ദൻ്റെ അടുത്തേക്ക് വരികയായിരുന്നു. മടങ്ങിപ്പോകുന്ന ഇന്നലെ പോയില്ല. അപ്പോൾ ഇന്ന് പോകുന്നതിന് മുമ്പേ വീട്ടുകാരെയൊക്കെ കണ്ടു. അവർ തിരുവനന്തപുരത്തേക്ക് മടങ്ങുന്നത്. അപ്പോൾ ഒന്നും കൂടി കാണണം എന്ന് തോന്നി അങ്ങനെ വന്നു. വി.എസ്. ഇവിടെ ഇല്ല എന്ന് നമുക്കറിയാം. എങ്കിലും വന്ന് ചെയ്ത കണ്ടിട്ട് മടങ്ങിപ്പോവാം എന്ന് വിചാരിച്ചു. വി.എസ്. അങ്ങനെ ചിതയുടെ അടുത്ത് വന്ന് ഓർമ്മ സംഭരിക്കേണ്ട ഒരു കാര്യമൊന്നും കേരളത്തിനില്ല, എനിക്ക് ഒട്ടുമില്ല. എൻ്റെ രാഷ്ട്രീയ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഏതാണ്ട് ഗുരുകുല വിദ്യാഭ്യാസം പോലെയായിരുന്നു എന്നാണ്. അദ്ദേഹത്തിൽ നിന്ന് പഠിച്ചതാണ്. അതുമാത്രം എനിക്കറിയും. അതെല്ലാം ഉൾക്കൊള്ളാൻ കഴിയുമോ എന്നുള്ളത് നമ്മുടെ പരിമിതിക്ക് അനുസരിച്ചാണ് ഇരിക്കുന്നത്. ഇപ്പോൾ വി.എസ്. മുന്നോട്ട് വെച്ച രാഷ്ട്രീയത്തിന് യുവാക്കളുടെ ഇടയിൽ വലിയ സ്വാധീനമുണ്ട് എന്നും സ്ത്രീകളുടെ ഇടയിൽ വലിയ സ്വാധീനമുണ്ടെന്നും ഒരുപക്ഷെ വി.എസ്. സജീവമായിരുന്ന സമയത്ത് അങ്ങനെ അവരുടെ വളരെ ശൈശവാവസ്ഥയിലുള്ള ആൾക്കാർ പോലും ആയിരിക്കും ഈ ആർത്തലച്ച് മുദ്രാവാക്യം വിളിച്ചപ്പോൾ. അപ്പോൾ അവർ അങ്ങനെ ചില മെസ്സേജും കൂടി കേരളത്തിന് തരുന്നുണ്ട്. ഇനി വി.എസ്. ഇല്ലാത്ത ഒരു ലോകം, അല്ലെങ്കിൽ വി.എസ്. ഇല്ലാത്ത കുറേ കാലമാണ് ഇനി വരുന്നത്. അത് ഉൾക്കൊള്ളുന്നതിലേക്ക് എത്തി. വി.എസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 6 വർഷത്തോളമായിട്ട് അങ്ങനെ വി.എസ്. പൊതുരംഗത്ത് അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യമില്ല. അപ്പോൾ ആ രീതിയിൽ ആ വിടവിനോട് നമ്മൾ ഏതാണ്ട് പൊരുത്തപ്പെട്ടു. ഒരിക്കലും ഒരു പാർട്ടി ഓഫീസിൻ്റെ ഉദ്ഘാടനത്തിന് നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ അദ്ദേഹം വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ നിർബന്ധിക്കണം എന്ന് നമ്മുടെ സഹാക്കളും കൂടെ ആവശ്യപ്പെട്ടതനുസരിച്ച് ഞാൻ നിർബന്ധിച്ചാണ്. അന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എല്ലാ കാലത്തും വി.എസിൻ്റെ പേര് ഈ കല്ലുകളിൽ കാണണം എന്ന് അവർക്കൊരാഗ്രഹം. വി.എസ്. മരണപ്പെട്ട ശേഷം കല്ലിൽ പേരുണ്ടായിട്ട് എന്താ കാര്യമെന്നാണ്. നിങ്ങളും അങ്ങനെയാണോ പറയുന്നത്? അപ്പോൾ അങ്ങനെ ഓർമ്മകളിലൊന്നും ജീവിക്കാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയായിരുന്നില്ല. അദ്ദേഹത്തിന് ആവശ്യം നമ്മുടെ പ്രവർത്തികളായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അദ്ദേഹം തരുന്ന ആഹ്വാനം നമ്മളോട് ആ പ്രവർത്തികൾക്കനുസരിച്ച് പോരാളികളായി മാറൂ എന്നാണ്, അല്ലാതെ ഒരു ഓർമ്മയല്ല എന്നാണ്. വി.എസ്. മരണപ്പെട്ട് മണ്ണിനോട് ചേരുമ്പോഴും അന്ത്യനിദ്രയിലേക്ക് മാറുമ്പോഴും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർ അദ്ദേഹത്തിനടുത്തേക്ക് ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഷൈജു, മീഡിയ 1, ആലപ്പുഴ.